ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം ഒരു വീട്ടിൽ വെച്ചെടുക്കുന്നത് അപൂർവതയാകാം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രാദേശിക തർക്ക പരിഹാരവുമെല്ലാം ഒരു വീട്ടിൽ വെച്ചാണ് എടുക്കുന്നത്. പാണക്കാട് വസതിയിൽ വെച്ച്. പാണക്കാട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അകത്ത് ഈ മുറിയിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ പൊടിപൊടിക്കുമ്പോൾ പുറത്ത് മറ്റൊരു ചൂടുള്ള സാധനം വിതരണം ചെയ്യുന്നുണ്ടാവും. നല്ല ചൂടുള്ള കട്ടൻ ചായ. കട്ടൻ ചായക്കൊപ്പം പലഹാരങ്ങളും കോഴിക്കോടൻ ഹൽവയും പഴവർഗ്ഗങ്ങളുമെല്ലാം വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും. പാണക്കാട്ടെത്തുന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമെല്ലാം ഈ കട്ടൻ ചായയുടെ കൂടി ആരാധകരാണ്. പാണക്കാട്ടെ സ്ഥിരം സാന്നിധ്യമായ അവറാനാണ് ചായയുടെയും പലഹാരങ്ങളുടെയും വിതരണ ചുമതല. മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് എല്ലാ സമയത്തും പാണക്കാട്ട് പൂമുഖത്ത് അവറാനുണ്ടാകും. പാണക്കാട്ടെ ഭക്ഷണ വിതരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അവറാൻ എല്ലാ സമയത്തും തിരക്കിലാണ്. പ്രത്യേകിച്ച് ഇതിന്റെ വിതരണം, അത് പാകപ്പെടുത്തല്, അത്തരം തിരക്ക് എപ്പോഴും ഉണ്ട്. ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടോ അവറാൻ? തീർച്ചയായിട്ടും സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളാണ്. അവർക്ക് പോകുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു പലഹാരം കൊടുക്കുക എന്നുള്ളത് തങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ എല്ലാവിധ സാധനങ്ങളും കൊടുക്കുന്നത് വളരെ സന്തോഷമാണ്. എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കാറുള്ളത്? ഇവിടെ അങ്ങനെ മധുര പലഹാരങ്ങൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ എല്ലാവിധ. ഇവിടുത്തെ കട്ടൻ ചായക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കാരണം ഇവിടുത്തെ കട്ടൻ ചായ കുടിച്ച് പിന്നെ ആ കട്ടൻ ചായ കിട്ടണമെന്ന് വരുന്നവർക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. പാണക്കാട്ടെ ചായ എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ വീട്ടിലെ ചായ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം സന്തോഷമായ കാര്യമാണ്. അത് കുടിച്ചിട്ട് അവർ പോവുകയുള്ളൂ. ഇവിടെ നേതാക്കൾ എല്ലാവരും വരും, മന്ത്രിമാര് വരും. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇവിടുത്തെ മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. വലിയ നേതാക്കൾ വന്നുകൊണ്ടേയിരിക്കും. അവർക്കൊക്കെയുള്ള നിർബന്ധങ്ങൾ എങ്ങനെയാണ് ഈ ചായയുടെ കാര്യത്തില്? പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരികയാണെങ്കിൽ മൂപ്പർക്ക് നല്ല പൊടിച്ചായ വേണം. അത് മൂപ്പര് വേറെ പുറത്തുനിന്ന് ഇവിടുന്നും കുടിക്കാറില്ല. ഇവിടുന്ന് പ്രത്യേകം പറ്റിയ ചായ മൂപ്പർക്ക്, അതിന്റെ കൂടെ ഫുഡുകൾ എപ്പോഴും വേണം. പിന്നെ അഹമ്മദ് സാഹിബ് ആണെങ്കിൽ അതുപോലെ ഇവിടെ നല്ല ഫുഡുകളൊക്കെ കഴിക്കും, ചായകളെല്ലാം കഴിക്കും. അഹമ്മദ് സാഹിബിന് എന്ത് ചായ വേണ്ടേ? അഹമ്മദ് സാഹിബിന് ലൈറ്റ് മധുരത്തെ നല്ല ചായ വേണം. തങ്ങൾക്ക് എന്ത് നിർബന്ധമുള്ളത്? തങ്ങൾക്ക് അവരുടെ കൂടെ കുടിക്കുമ്പോൾ വിത്തൗട്ട് ചായ എപ്പോഴും വേണം. ഫുൾ ടൈം കുടിക്കുമ്പോൾ, അവരുടെ കൂടെ കുടിക്കുമ്പോൾ എല്ലാവരുടെയും രുചി അറിഞ്ഞുള്ള പാചകം, രുചി അറിഞ്ഞുള്ള ചായയാണ് അല്ലേ? അതെ അതെ അതെ. പാണക്കാട്ടെ കോലായിൽ നേരത്തെ മുതൽ ഈ മധുര പലഹാരങ്ങളൊപ്പം കട്ടൻ ചായ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയൊരു ശീലമായത് ഇവിടെ? അത് വാപ്പായിട്ടുള്ള പാരമ്പര്യമായിട്ട് അങ്ങനെ കൊടുക്കാം. അന്ന ചികിത്സ അത് നേരത്തെ മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ കാലത്തായിരുന്നപ്പോൾ അവിടെ അലവിയാക്കുണ്ടായിരുന്നു. ഇപ്പോഴും അവറാൻ അത് ഏറ്റെടുത്തു. എങ്ങനെയൊരു തുടർച്ച ഈ കട്ടൻ ചായ എങ്ങനെയത് വന്നത്? അതന്നെ നല്ല അന്ന് മുതൽക്ക് തന്നെ കൊടുക്കാൻ ഞങ്ങളുടെ ചികിത്സ മാത്രം പാപ്പനെ നോക്കിയിട്ടും രസമുണ്ട്. ഇവിടെ എപ്പോഴും രാഷ്ട്രീയ ചർച്ചകളും മറ്റ് ചർച്ചകളുടെ ചൂടുമെല്ലാം ഉണ്ടാവും. അതിനിടയ്ക്കാണ് ഈ ചായ വിതരണം ഉള്ളത്. ഇവിടെ ചായക്ക് എന്താ ചൂട് കൂടുതലുണ്ടോ? ഒരിക്കലില്ല, ചൂട് കൂടുതലല്ല. എന്റെ വാപ്പൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാണക്കാട് വന്നിട്ട് പൂക്കോത്തങ്ങളെ അവിടുന്ന് ഒരു ചായ കുടിച്ചാൽ എന്ന് പ്രത്യേകത അതൊന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കുടിക്കുമ്പോൾ അനുഭവം ഉണ്ട്. നമ്മൾ ഈ വരുന്ന അതിഥികൾക്കൊക്കെ ഏത് തരത്തിലും ഒരു ചെറിയ ലഘുകരമായിട്ടൊരു ഭക്ഷണം നൽകിയാലും, ഒരു 10,000 ആളുകൾ വന്ന് ആ ഭക്ഷണം കഴിച്ചാലും അതിൽ മിച്ചമായിരിക്കും. ആ കഴിച്ച ആളുകൾക്കൊക്കെ പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവും. അതാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് നൽകുന്ന ഈ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളൊക്കെ പൂർണ്ണ സംതൃപ്തിയോടെയാണ് പോകുന്നത്. അത് ആ കാര്യങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളും അത് പരിഹരിക്കുകയും, രാഷ്ട്രീയ സമ്മർദ്ദമായാലും മറ്റു സംഘടനാ സമ്മർദ്ദമായാലും ഇതെല്ലാം ഇവിടുന്ന് പരിഹരിച്ച് പൂർണ്ണമായ സന്തോഷത്തോടു കൂടെയാണ് പോകുന്നത്. ഇവിടെ അതൊരു പ്രത്യേകത തന്നെയാണ് ഈ കുടുംബത്തിന്. അതിന് ചായ ഇവിടുന്ന് നൽകുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അതിന് 100% സംതൃപ്തി. മുൻപും സംസ്ഥാനത്തെ പല നിർണായക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ചർച്ച നടന്നിരുന്നത് പാണക്കാട് വെച്ചാണ്. കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ വെച്ച് അന്ന് AI ഗ്രൂപ്പുകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസിന്റെ പോലും സമവായ ചർച്ചകൾ നടന്നു. അന്ന് പാണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ അസിസ്റ്റന്റായിരുന്ന അലവിയാക്കിയാണ് ചായ വിതരണം ചെയ്തത്. ഇന്ന് അതുപോലെ അന്തരീക്ഷം ശാന്തമാക്കാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി അവറാൻ ആ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നു.